കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം കർണാടകയിലെത്തും. ഷിമോഗ, ഉടുപ്പി, മംഗളൂരു എന്നിവിടങ്ങളിലെ പ്രചാരണ യോഗങ്ങളിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുക. ആർ രാകേഷ് ചേരുന്നു കർണാടകയിൽ നിന്ന്. രാകേഷ്, തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ്, തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കർണാടക. ഒപ്പം വാദപ്രതിവാദങ്ങളും. ഇന്ന് കർണാടക PCC അമിത്ഷായ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ഇന്ന് പ്രവർത്തകരോട്. അതോടൊപ്പം രാഹുൽ ഗാന്ധി ഇന്ന് എത്തുകയാണ് കർണാടകയിൽ തെരഞ്ഞെടുപ്പിന് ചൂട് പിടിപ്പിക്കാനായി. എന്താണ് അവിടെ കാണുന്ന കാഴ്ചകൾ? എൽദോ, കഴിഞ്ഞ ദിവസം വിജയപുരയിൽ ഒപ്പം തന്നെ ബാഗൽകോട്ടിൽ നടത്തിയ പ്രസംഗം അതാണിപ്പോൾ കോൺഗ്രസ് ആയുധമാക്കിയിരിക്കുന്നത്. ബാഗൽകോട്ടിലെ പ്രചാരണ യോഗത്തിലാണ് അമിത്ഷാ കോൺഗ്രസ് വീണ്ടും സംസ്ഥാനത്ത് അധികാരത്തിൽ വരികയാണെങ്കിൽ കലാപങ്ങൾ ഉണ്ടാകും എന്ന പരാമർശം നടത്തിയത്. ഒപ്പം തന്നെ കുടുംബാധിപത്യത്തിനും അത് വഴിവെക്കും, എല്ലാ തരത്തിലും പ്രീണന രാഷ്ട്രീയമായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വെക്കുക. ഇതായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ ഏതായാലും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗളൂരു ആണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. DK ശിവകുമാർ, PCC അധ്യക്ഷൻ DK ശിവകുമാർ, ഒപ്പം തന്നെ രൺദീപ് സുർജേവാല തുടങ്ങിയ നേതാക്കളാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അമിത്ഷായുടെ പരാമർശം അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാക്കുന്നതാണ്. മാത്രമല്ല, സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ കേസെടുത്ത് പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുകയായിരുന്നു. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കാരണം അമിത്ഷാ ഒരു BJPയുടെ നേതാവ് മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് ഇപ്പോൾ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിട്ടുണ്ട്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകത്തിൽ പ്രചാരണം ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ ഓൺലൈനായി അഭിസംബോധന ചെയ്തു. അടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തുകയാണ്. കാരണം 28-ാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി സംസ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 20-ലധികം റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ BJPയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക, പ്രചാരണത്തിലൂടെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി BS യെഡിയൂരപ്പയെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJPയുടെ പ്രചാരണ പരിപാടികൾ പോകുന്നത്. ഒപ്പം തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള നേതാക്കളെയും BJP രംഗത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ രാഹുൽ ഗാന്ധി നേരത്തെ കൊലാറിൽ നിന്നാണ് പ്രചാരണ പരിപാടി ആരംഭിച്ചെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ദക്ഷിണ കന്നഡ മേഖലയിലാണ് ഇന്ന് പ്രചാരണത്തിനായി എത്തുന്നത്. പ്രത്യേകിച്ച് ഉടുപ്പി, മംഗലാപുരം തുടങ്ങിയ മേഖലകളിലും രാഹുൽ ഇന്ന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. എൽദോ, രാകേഷ്, ഒപ്പം തന്നെ ഈ BJPയിലെ പ്രശ്നങ്ങൾ, BJPയിലെ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ പൂർണ്ണമായും ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ? എൽദോ, നിലവിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. കാരണം KS ഈശ്വരപ്പ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആദ്യഘട്ടത്തിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന്, പ്രത്യേകിച്ച് KS ഈശ്വരപ്പയ്ക്ക് സീറ്റില്ല എന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വിടവാങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ പോലും മകന് സീറ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഈശ്വരപ്പയ്ക്കുണ്ടായിരുന്നു. പക്ഷേ മകനല്ല അവിടെ സീറ്റ് ലഭിച്ച്, ഷിമോഗ മണ്ഡലത്തിൽ മകനല്ല, പകരം പാർട്ടി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഈശ്വരപ്പയും പ്രചാരണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മാത്രവുമല്ല, ജഗദീഷ് ഷട്ടറിനെ തോൽപ്പിക്കണമെന്ന ആഹ്വാനം ഇതിനോടകം തന്നെ BS യെഡിയൂരപ്പയും നൽകിക്കഴിഞ്ഞു. ലിംഗായത്ത് നേതാക്കളുമായി യെഡിയൂരപ്പ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ മുതിർന്ന നേതാക്കളെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് BJP. കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുന്നതോടുകൂടി കളം മാറും. ആദ്യഘട്ടത്തിലുണ്ടായ ഒരു തിരിച്ചടി അല്ലെങ്കിൽ പോരായ്മ അത് പരിഹരിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ തന്നെ BJPക്കുണ്ട്. കോൺഗ്രസ് ഏതായാലും പ്രചാരണ പരിപാടികളിലും കോൺഗ്രസും ഏറെ മുന്നിലാണ്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഉണ്ട്. അങ്ങനെ ദേശീയ നേതാക്കളെ രംഗത്തിറക്കുന്നു. ഒപ്പം തന്നെ സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലല്ല പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സിദ്ധരാമയ്യ വടക്കൻ കർണാടകത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ